10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്ന കൂട്ടുകാർക്ക് ഒരു മാതൃക ചോദ്യ പേപ്പറുമായിട്ടാണ്, അതിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യങ്ങളിലോട്ട് പോകാം. കൂട്ടുകാർക്കറിയാം, ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് സമാശ്വാസത്തിനുള്ള സമയമാണ്. ആ സമയത്ത് ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനുമൊക്കെ വിനിയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം കൂട്ടുകാർ വായിക്കുക. ഇവിടെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അതിൽ ഒരു സ്കോർ വീതം, 1 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചോദ്യം 1. താഴെ തന്നിരിക്കുന്ന പദം വിഗ്രഹിക്കുക. മഹാദൃശ്യം പദം വിഗ്രഹിക്കുമ്പോൾ മഹത്തായ ദൃശ്യം എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ഓപ്ഷൻ കൂട്ടുകാർക്ക് കഥയെന്നും ചെറുകഥയെന്നോ നിരൂപണ സാഹിത്യമെന്നോ നോവലെന്നോ ഒക്കെ കിട്ടും. ഉത്തരം നോവൽ എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം നോവൽ വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ചോദ്യം 3. കൊച്ചരേത്തി എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ്? കൂട്ടുകാർക്കറിയാം, നാരായണാണ് കൊച്ചരേത്തി എന്ന നോവൽ എഴുതിയത്. ചോദ്യം നമ്പർ 4. പരിസ്ഥിതിയെ പ്രമേയമാക്കി രചിച്ച നോവൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? സ്വർഗത്തിലെ കുട്ടികൾ, ആദി, റെസിഡൻറ്റ് എഡിറ്റർ. ഇതിലേതാണ്? ആദി. സാറാ ജോസഫിൻ്റെ ആദിയാണ് പരിസ്ഥിതിയെ പ്രമേയമാക്കി രചിച്ച നോവൽ ഭാഗം. അടുത്തത് 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് കുട്ടികൾക്ക് ലഭിക്കുക. ചോദ്യം നമ്പർ 5. മറയാൻ പോകുന്ന സൂര്യൻ തലപ്പുകളിൽ മഞ്ഞയും ചുമപ്പുമൊക്കെ വാരി വിതറുന്നത് നോക്കി ഞാനിരുന്നു. കഥയിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള എന്തൊക്കെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്? വിശദമാക്കുക. കൂട്ടുകാർക്കറിയാം, ടി പത്മനാഭൻ്റെ കഥയാണ് മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗം. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നത് നോക്കി ഞാനിരുന്നു എന്നാണ് പാഠഭാഗം തുടങ്ങുന്നത്. ഇവിടെ പ്രകൃതിയെ വളരെ മനോഹരമായിട്ട് എഴുത്തുകാരൻ വർണ്ണിച്ചിരിക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തെ കൂടി അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. കഥയിലെ 2 കഥാപാത്രങ്ങളിൽ ഒരാൾ പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, മരങ്ങളെയും ചെടികളെയും. എന്നാൽ രണ്ടാമത്തെ കഥാപാത്രമാകട്ടെ കാറ്റും വെളിച്ചവും വൃത്തിയും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരങ്ങളെയൊക്കെ മുറിച്ചു മാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയും. കഥാന്ത്യത്തിൽ സംഭവിക്കേണ്ടുന്ന ദുരന്തത്തെ കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരൻ പ്രകൃതിയുമായി യോജിക്കുന്ന വിധത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ കൂട്ടുകാർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. ചോദ്യം 6. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ പരിശോധിച്ച് കുറിപ്പെഴുതുക. പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിലെ വരികളാണ് പ്രസ്തുതം. സുഹൃത്തിൻ്റെ വാടക വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് എഴുത്തുകാരൻ ദൂരെ കാണുന്ന നെൽപ്പാടത്തെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. വയനാടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തി അത് ഷെയർ ചെയ്യുന്നതിലൂടെ അനേകം കാണികൾക്ക് ആ മനോഹര ദൃശ്യം കാണാൻ സാധിക്കുന്നു. വയനാട് പോയിട്ടില്ല എന്നും അവിടെ പച്ചപ്പും കർഷകരുമൊക്കെ ഇനിയുമുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, തൻ്റെ സുഹൃത്തിനോട് ഈ വസ്തുവും ഈ കുടിയിരുപ്പുമൊക്കെ എത്ര വരുമെന്നും അത് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു. നാട്ടിൽ വരുമ്പോൾ നെൽപ്പാടം നോക്കി ഇരിക്കാൻ അദ്ദേഹം കൊതിക്കുന്നു. താൻ പകർത്തിയ ചിത്രങ്ങൾ 7 വൻകരകൾ കാണുമ്പോൾ ഈ മലങ്കര 7 വൻകരയാകുമെന്ന് കവി ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ വിശദമായിട്ട് ഉത്തരം എഴുതുക. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4ഓ 5ഓ വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. അതിന് 4 സ്കോർ വീതമാണ് മാർക്ക് ലഭിക്കുന്നത്. ചോദ്യം നമ്പർ 7. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അതവൻ്റെ അച്ഛനാണ്. അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി വിശദീകരിക്കുക. തേൻ എന്ന പാഠഭാഗത്തിലെ സന്ദർഭമാണിത്.
2010 പുറത്തിറക്കിയ ബാൽ എന്ന ടർക്കിഷ് സിനിമയുടെ വിവർത്തനമാണ് വിജയകുമാർ ബ്ലാത്തൂർ വിവർത്തനം ചെയ്തിരിക്കുന്നത്. കാട്ടിൽ നിന്നും തേൻ ശേഖരിച്ച് ഉപജീവനം നയിക്കുന്ന യാക്കൂബ് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അന്തർമുഖനും വിക്കനുമായ യൂസഫ് എന്ന മകൻ്റെയും കഥയാണ് തേൻ എന്ന പാഠഭാഗം. പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതവും അച്ഛനും മകനുമായുള്ള ആത്മബന്ധത്തെയുമൊക്കെയാണ് കഥയ്ക്കകത്ത് പരാമർശിച്ചിരിക്കുന്നത്. കുഞ്ഞു യൂസഫ് പലപ്പോഴും ആരോടും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അമ്മയോട് പോലും യൂസഫ് സംസാരിക്കുന്നില്ല. പക്ഷേ അച്ഛനോട് അവൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഒക്കെ യൂസഫ് തയ്യാറാകുന്നുണ്ട്. ലോകത്തിൽ തന്നെ യൂസഫിന് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. തൻ്റെ കൂട്ടുകാരെ പോലെ അച്ഛൻ കൂടെ നടന്ന് സംസാരിക്കുന്നതൊക്കെ യൂസഫിന് എല്ലാ കാര്യങ്ങൾക്കും പ്രചോദനമായിരുന്നു. കൂട്ടുകാർ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ ഉത്തരം വളരെ നല്ല രീതിയിൽ എഴുതി മാർക്ക് സ്കോർ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം നമ്പർ 8. ഹാ വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. വരികളുടെ അർത്ഥതലങ്ങൾ പരിശോധിച്ച് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത വിശകലനം ചെയ്യുക. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ചോദ്യമാണിത്. ആദ്യ ചോദ്യത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ കവിത നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ ചോദ്യഭാഗം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദ്യം ആവർത്തിച്ച് വായിച്ചതിന് ശേഷം അതിനുള്ള ഉത്തരം കണ്ടെത്തി എഴുതുക. അടുത്ത് 9ാമത്തെ ചോദ്യം. പ്രമേയം, ആഖ്യാന രീതി, ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. ടി പത്മനാഭൻ രചിച്ച കഥയാണ് മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗം. വ്യത്യസ്തമായ 2 തലങ്ങളിലെ കഥാപാത്രങ്ങളാണ്. ഒരാൾ പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, മറ്റേയാൾ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ മരങ്ങളെയും ചെടികളോടും വലിയ ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രമാണ് രണ്ടാമത്തെ വ്യക്തി. സമകാലികമായി ഏറെ പ്രസക്തിയുള്ള കഥയാണ് മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗം. അതുപോലെ തന്നെ ആഖ്യാന രീതിയും ഭാഷയും സാധാരണക്കാർക്ക് പോലും വളരെ മനോഹരമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിലാണ് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. കഥയിലുടനീളം ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഥാഭാഗം നന്നായിട്ട് വായിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കഥ പറച്ചിൽക്കാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക. സാറാ ജോസഫ് എഴുതിയ ആദി എന്ന നോവലിൻ്റെ ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. വെള്ളം തെളിയാനായിട്ട് വളരെ വിഷമതയോടെ കാത്തുനിൽക്കുന്ന പെൺകുട്ടിക്ക് നമ്മുടെ കഥാപാത്രമായ നൂർ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ബുദ്ധൻ്റേത്. പുഴയിലെ വെള്ളം തെളിയാനായിട്ട് അക്ഷമതയോടെ കാത്തിരിക്കുന്ന ആനന്ദൻ ഒടുവിൽ വെള്ളം തെളിയുമ്പോൾ അതുമായിട്ട് തൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടും ഒക്കെ ആനന്ദനുണ്ടായെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ തെളിയുമെന്നുള്ള ബുദ്ധൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് അവിടെ കാത്തിരിക്കുകയും തെളിഞ്ഞ വെള്ളം ആനന്ദന് ലഭിക്കുകയും ചെയ്യുന്നു. പ്രക്ഷുബ്ധമായ എന്തവസ്ഥയും ഏത് കാലഘട്ടത്തിലായാലും തെളിഞ്ഞു കിട്ടും എന്നുള്ള മനുഷ്യജീവിതത്തെ കൂടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. 11 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം കൂട്ടുകാർ. ഓരോ ചോദ്യങ്ങൾക്കും 7 മാർക്ക് വീതമാണ് ലഭിക്കുക. 11ാമത്തെ ചോദ്യം. ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് പിറന്ന നാടിൻ പെരുമയിൽ എന്ന യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനെ അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. 4ാമത്തെ യൂണിറ്റായ പിറന്ന നാടിൻ പെരുമയിൽ എന്ന യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയാണ് 11ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഇതിൽ ദേശവും എഴുത്തും എന്ന പാഠഭാഗം, അതിനകത്ത് കോവിലൻ്റെ തട്ടകം എന്ന നോവല്, നാരായൻ്റെ കൊച്ചരേത്തി, UA ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ, അതുപോലെ ഷീല ടോമിയുടെ വല്ലി എന്നീ നോവലുകളെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ പാഠഭാഗം ആലപ്പുഴ വെള്ളം, അതായത് ആലപ്പുഴ വെള്ളം അനിത തമ്പി എഴുതിയ കവിതയാണ്. യൂണിറ്റിലെ പാഠഭാഗങ്ങൾ അടിസ്ഥാനമാക്കി
കൂട്ടുകാർ ഈ വിഷയത്തിന് ഉപന്യാസം തയ്യാറാക്കുക. പ്രധാനമായിട്ടും എഴുത്തുകാരെക്കുറിച്ച് പരാമർശിക്കണം. പിന്നെ പാഠഭാഗത്തെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ടാവണം. 12ാമത്തെ ചോദ്യം, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. വരികളിൽ സൂചിപ്പിക്കുന്ന മാനസിക അവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം? കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതാഭാഗമാണ്. അതിനെ അടിസ്ഥാനമാക്കിയ കൂട്ടുകാർ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാൻ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.